ചില്ലറക്കായി പൊതുജനങ്ങൾ നെട്ടോട്ടം തുടങ്ങിയതോടെ സംസ്ഥാനത്തെ മാർക്കറ്റുകളും സ്തംഭനത്തിലേക്ക്. ചരക്കുകൾ എടുക്കുന്നതിനും വിറ്റഴിക്കുന്നതിനും ചില്ലറകളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കച്ചവടക്കാർ. പച്ചക്കറി, മത്സ്യ, ഇറച്ചി മേഖലയിലും കച്ചവടം കുറഞ്ഞു. അന്തർ സംസ്ഥാന ചരക്കുവണ്ടികൾ നിരവധിയെത്തിയിരുന്ന മാർക്കറ്റുകളിൽ ആളും അനക്കവും കുറഞ്ഞു. ലോഡെടുക്കാനും കൊടുക്കാനും കാശില്ലാതായതോടെ പലരും ചരക്കെടുക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിക്കാൻ സൗകര്യമില്ലാത്ത ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിലുമായി. സാധനം വാങ്ങാൻ ആളുകൾ എത്താതെയായി. 500 നോട്ട് 1000 നോട്ടിന്റെ ഇത് വന്നതിന് ശേഷം ഇവിടെ കച്ചവടമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ 3 ദിവസം കൊണ്ട് 500 നോട്ടും കൊണ്ട് പാലിനും മാവിനൊക്കെ മേടിക്കാൻ പോയപ്പോൾ അവിടെ ചില്ലറയില്ലാന്ന് പറഞ്ഞ് ഓട്ടിച്ചിവിടെയാണ് ചെയ്യുന്നത്. മത്സ്യവ്യാപാര മേഖലയിലും ഇറച്ചിക്കടകളിലും ഇതുതന്നെ സ്ഥിതി. കയ്യിലുള്ള 500-നും 1000-നും വിലയില്ലാതായതോടെ ഇവരും കഷ്ടത്തിലായി. നോട്ട് മാറിയതിനു ശേഷം ബിസിനസ്സേ ഇല്ല. ഞങ്ങളുടെ കച്ചവടവും പോയി, ഞങ്ങളെ ജീവിതവും പോയി. ഞങ്ങൾക്ക് മീനും വിൽക്കില്ല. മുറിച്ച മീൻ കണ്ട തട്ട് നിറയെ കിടക്കണം. എല്ലാവരെയും പഴയ നോട്ടേ ഉള്ളൂ. നമ്മളത് എടുത്താൽ നമ്മുടെ മീൻകാരന്മാർ കൊടുത്താൽ അവന്മാരെ എടുക്കണില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കുഴപ്പമില്ല, പൈസയുടെ ബുദ്ധിമുട്ട്. 1000, 500, 2000 ഒക്കെ വന്നുകൊണ്ട് ഇച്ചിരി മോശം. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 500, 2000 കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടാ. ചില്ലറ കച്ചവടമൊന്നുമില്ല മോനെ, കച്ചവടമൊന്നുമില്ല. കിടന്ന് കഷ്ടപ്പെടുന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയെങ്കിലും ജീവിക്കണ്. കൂലി വേലക്കാര വീടുകളിൽ 2-3 കൊച്ചുങ്ങൾ കിടന്ന് അവർ കൂലിപ്പണിക്ക് പോയ 1000, 500 കൊടുത്താൽ വീടുകളിൽ കൊണ്ടു കൊടുത്താൽ അരി വാങ്ങിക്കാൻ പാടില്ല. അത് മാറണില്ല. അതാണ് വലിയ കഷ്ടം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല കാര്യമാണ്. ഞാൻ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ ഒരു കല്യാണ കാര്യമൊക്കെ വന്നാൽ നമുക്ക് മാറിയെടുക്കാം. ഇന്നോ നാളെ ഒരു കല്യാണം എന്ന് പോയി മോനെ, നമ്മൾ കുറേ പൈസ നമ്മൾ കഷ്ടപ്പെട്ട് 2-3 ലക്ഷം ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. ഇത് മാറാനോ ഉരുപ്പടി എടുക്കാനോ ഒന്നിനും സാധിക്കണില്ല. ആളുകൾ കൂടുതലും ATM കാർഡ് പോലുള്ള സൗകര്യങ്ങൾ സാധനം വാങ്ങാനായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയതോടെ ചെറിയ കടകളിലേക്ക് ആരും എത്തുന്നില്ല. വരുന്നവർക്ക് തന്നെ ചില്ലറ നൽകാൻ ബുദ്ധിമുട്ടുകയാണ് വ്യാപാരികൾ. പച്ചക്കറിയും മീനുമൊക്കെ വാങ്ങാനെത്തുന്നവരുടെ തിരക്കുമൂലം നിന്ന് തിരിയാൻ ഇടമില്ലാതിരുന്ന മാർക്കറ്റുകൾ ഇപ്പോൾ വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒന്നുമില്ലാത്ത സാധാരണക്കാരായ വ്യാപാരികളുടെ ജീവിതമാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ക്യാമറമാൻ മനുവിനൊപ്പം ആതിര സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.